എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉഴുന്നോടെയാണ്. അപ്പോൾ ഉഴുന്നോടെ തയ്യാറാക്കാനായിട്ട് നമ്മൾ 400 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 കപ്പോളം വരും. അപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെള്ളത്തിലിടണം. അതിനുശേഷം നമുക്ക് അരച്ചിട്ട് എങ്ങനെ ഉഴുന്നോടെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം. ഉഴുന്നോടെ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ 400 ഗ്രാം ഉഴുന്നാണ് എടുത്തേക്കണം. ഉഴുന്നോടെ തയ്യാറാക്കാനായിട്ട് ഏകദേശം 2 കപ്പോളം ഉഴുന്ന് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കത് ഉഴുന്ന് കുതിരാനായിട്ട് വെക്കാം. ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഉഴുന്ന് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട്, അതായത് നമ്മളിത് ഒരു 4-5 വട്ടം നല്ലോണം കഴുകിയിട്ടാണ് ഈ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചത്. ഇനിയിപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാവ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുരുമുളക് ചതച്ച് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഉഴുന്നോടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് അതങ്ങനെ തന്നെ വെക്കാം. ഉഴുന്നോടെ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ കടായി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ച് കൊടുക്കാം, മാവ് ഒട്ടാതിരിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് എടുക്കാം. അപ്പോൾ അതായത് നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് ഒരു ഹോള് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉഴുന്നോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് മാറ്റാം. രണ്ടാമത്തെ വട നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം കുക്കാവാനാണ് ടൈം എടുത്തേക്കണം. അപ്പോൾ ബാക്കിയുള്ളത് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉഴുന്നോട റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നോട എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ വടയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ഉഴുന്നോടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ 400 ഗ്രാം ഉഴുന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉഴുന്നോടെ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് 18 ഉഴുന്നോടോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ തൂക്കവും അതുപോലെ എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.